Hey guys, ഇന്നാണ് നമ്മുടെ ക്രിസ്ത്യേച്ചി എന്റെ കസിൻ ക്രിസ്ത്യേച്ചിയുടെ സമ്മതം. സെറ്റല്ലേ? Hey guys, welcome back guys. ഇന്നാണ് നമ്മുടെ ക്രിസ്ത്യേച്ചി എന്റെ കസിൻ ക്രിസ്ത്യേച്ചിയുടെ സമ്മതം, മനസമ്മതം. അപ്പൊ ഗൈസ് അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത്. സോ ഗുഡ് മോർണിംഗ് ഗൈസ്. എന്റെ ഒപ്പം ആൽവിൻ ചേട്ടനുണ്ട്. ഗുഡ് മോർണിംഗ് ആൾ. ഗുഡ് മോർണിംഗ്. തൃശ്ശൂര് പോയിട്ട് പൂ എടുക്കണം, അതിന് മുമ്പ് ഒന്ന് ഹോള് നോക്കാൻ പോകണം. അപ്പൊ അതിനൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ടുഡേ. സാധനങ്ങളൊക്കെ ഉണ്ട്. പൂവായി, ഈ പൂവായി, പിന്നെ ഇവിടെ പട്ടിയായി, പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട്. അതുകൂടെ ഉള്ളത് പൂവിന്റെ പരിപാടി കഴിഞ്ഞു. നമ്മള് വീട്ടിലെത്തി. ഫോളിനെ നമ്മള് കണ്ടിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ട്. ആളെന്നുണ്ടായിരുന്നേ ആളല്ലേ ഇവിടെ കുറച്ചുകൂടി പൊക്കായിരുന്നു. അനങ്ങിട്ടില്ലല്ലേ? അത് നീ പറഞ്ഞില്ല. ആ ഫോട്ടോ ഒക്കെ പോലെ ഉണ്ടാ ഏകദേശം. ആ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ചുകൂടി പൊങ്ങണായിരുന്നു. ആണോ? അപ്പൊ ഞാനിനി പോട്ടെ. ഓക്കെ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില്ല, അതുപോലെയും ചെയ്തു. അന്ന് ഞാൻ ട്രൈ ചെയ്തെന്നുള്ളതാണ് ഒരു വ്യത്യസ്തത. വരാൻ പറ്റും. ഞാൻ ഇപ്പൊ ഒരു ബനിക്കണം നോക്കി കാണാം. കല്യാണ ചെറുക്കനാ. കൂടി ഞാൻ കെട്ടിണ്ടായിരുന്നു. അധിക സമയമില്ല, അതുകൊണ്ട് ചെടുപിടി പോണം. അവിടെ സമയമായി 3 മണിക്ക്. ഫുള്ള് കാണിക്കണം എന്നുണ്ട്. സമയായി, അതുകൊണ്ട് പെട്ടെന്ന് പോണം. ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണിച്ചു കൊടുക്കുന്നത്. എന്നെ എങ്ങനെയുണ്ട്? ഇത് പുതിയതാണോടാ? ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ കാണിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ OTD. സെറ്റ് കറക്റ്റ്. ആ ഒരു ആംബിയൻസ് ആയിപ്പോ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ നിന്നിട്ട്. ചേട്ടൻ യൂട്യൂബ് ചാനലിലേക്ക് ഇടാൻ പോണതാണ്. സുന്ദരനായിട്ടുണ്ട്, കളർഫുൾ ഡ്രസ്സായിട്ടുണ്ട്. കുർബാനയുടെ ഇടയിൽ നമുക്കൊന്ന്, കുർബാന അല്ല, സംഭവത്തിന്റെ ഇടയിൽ നമുക്കൊന്ന് വരേണ്ടി വന്നു. ചായ കാര്യങ്ങൾ സെറ്റാക്കാൻ ഒരു കേക്ക് കിട്ടിയ വിളിക്കുമ്പോഴേക്കും സെറ്റ് ആക്കണ്ട. ആൽവിൻ ചാനാണ് ഇതിന്റെ എല്ലാത്തിനും നേതൃത്വം എന്നെ വിളിച്ചു സെറ്റാക്കിയേക്കണം. ഗൈസ്, നിങ്ങൾ ഇതുവരെ ടച്ച് അപ്പു ചേട്ടനെ ലോഹയില് കണ്ടിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ? ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. പള്ളിയിലത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞു. അടുത്ത ചടങ്ങ് പോളേം പറഞ്ഞത്. പോളെ എന്താ അടുത്ത ചടങ്ങ്? ഇനി അവരെ സ്വീകരിക്കാനുള്ളതാണ് അടുത്ത. ആരൊക്കെ സ്വീകരിക്കണേ? ചെക്കനും അല്ല ചേട്ടനും മോനോ? ഞാനും ചേട്ടനാണ് സ്വീകരിക്കാൻ പോകുന്നത്. ഞാനും ചേട്ടനല്ലേ, പോളനും ജസ്റ്റിനാണ് സ്വീകരിക്കണത്. എങ്ങനെയാ പൊക്ക കൊടുത്തിട്ടാണോ അതോ കെട്ടിപ്പിടിച്ചിട്ടാണോ? കൈ പിടിച്ചിട്ട് ഡാൻസാ?
അപ്പൊ കാറുള്ളി വരുന്നില്ല അല്ലേ? കാറുള്ളി വരുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. Guys, look, who is back? Look, hi, bye. എന്റെ മോളെ എവിടെ ആയിരുന്നു എല്ലാവരും? കൊള്ളാലോ. എന്തൊക്കെ ഡെനിമൊക്കെ ഇട്ടൂലോ. അയ്യോ മഴ വേമര ചിലപ്പോ മഴ വരുന്നുണ്ടല്ലോ. മഴ അവരോട് വേമരാൻ പറഞ്ഞല്ലേ. നമ്മള് ഓഡിറ്റോറിയത്തിലെത്തി. ഇച്ചിരി സമയമായിട്ടുണ്ട്. അവരെത്തിയ ചേച്ചി തന്നെ എത്തിയ. അവർ കാറിലിരിക്കുന്നുണ്ട്, തണുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെൽക്കം ഡാൻസ് ആദ്യം പരിപാടി ഉണ്ട്. ചേച്ചി പറഞ്ഞ പാട്ട് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പാട്ട് കൊടുത്തിട്ട് ഗൈസ് പാട്ടൊന്നും കൊടുക്കട്ടെ. ഗൈസ് നമ്മളിപ്പോ സ്റ്റേജിലെത്തി. അല്ല സ്റ്റേജിലല്ല, ഹാളിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഡാൻസ് ചെറുതായിട്ട് നന്നായിട്ട് പോയിട്ടുണ്ട്. ഒരു എൻട്രി ഡാൻസ് ഉണ്ടായിരുന്നു, അത് ചടപടയും തീർന്നു. ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് നോക്കാം. അടുത്ത ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. എന്താ നടക്കാൻ പോണെന്ന് അറിയില്ല. ഇത്ര നേരം ഫുൾ റഷ് ആയിരുന്നു. എന്താ നിന്നെ നടക്കാൻ പോണെന്ന് അറിയില്ല. നമ്മള് കുറച്ച് തട്ടുകൂട്ടി ഡാൻസ് ആയി. ലാസ്റ്റ് ആയിട്ട് ഫുൾ റഷ് ആയി. പാട്ട് വയ്ക്കാറില്ല, അതിനാരുമില്ല. അപ്പൊ എന്താവെന്ന് അറിയില്ല. ഞാൻ എന്തായാലും കളിക്കാൻ പോകുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട്സ് ഹാപ്പനിങ് ടുഡേ. ഇത് 3-4 ദിവസത്തെ ഉറക്കമില്ലാത്ത രാത്രികളുടെ റിസൾട്ടാണ്. يا اخي تفوز والله خوش رقصه. يا اخي دوس عندي خوش فصله. يا اخي تفوز والله خوش رقصه. عندي لك رقصه قويه يا الحبيب، اسمها الصبوحه خطبها نصيب. مد يدك كنا بتعطيها كف وهز شتفك حيل خليك شديد. عطني رقصه الفريسه زيد عليها شوي عندي بيزه. حق المحتر اللي نعرفه صيده سوي لي وقفه دانا هيبه. عيل سوي رقصه بياض يبلي واحد كرك يلا بياض طق سيارة بوليس يلا سولي رقصة ثانية رقصة البطريق ولا 6 في 8. തുഞ്ചാരത്തുള്ള കൊമ്പത്തെ പമ്പത്തി അറിവളോ. പണ്ട് ആദാമിനെ കൊണ്ടാപ്പിള് തീറ്റിച്ച പെണ്ണിവളോ. അന്നേ ആണിന്റെ വാരിയൽ ഊരിക്കാൻ വന്നൊരു പെണ്ണിവളോ. దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగ పక్కం చూడుడా. దేవుడా దేవుడా ఏడుమల దేవుడా చూడుడా చూడుడా ఎంగ పక్కం చూడుడా. எங்காடு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் பட்டத்திட்டா சக்தி எல்லாம் ஒன்று சேர்ந்தாரே சொர்க்கம் வரும் இந்த மண் மேலே. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. மம்மி வீட்டில் இல்ல, தடப்போட யாரும் இல்ல, விளையாடு போமா உள்ள வில்லாளா. மைதானம் தேவையில்லை,
എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തുടങ്ങിയവന്റെ കിളി കൊള്ളാലോ. മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, മനമറിയുന്നോള് ഇവളാ കെട്ടിയോള്, കനവിന് വന്നോള് നീ കരളായി പോന്നോള്, കനവിന് വന്നോള് നീ കരളായി പോന്നോള്, പരിണയരാവിൽ പവനൊരുകുമ്പോൾ ഹൃദയം തന്നോള്, ധനഹാ പെരുമാൾ ബാൻഡടി പോലെ ഉള്ളു കവർന്നോള്, പാട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എട്ടെന്ന് ചുറ്റിട്ടോള്, ഇനി കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടിയൊട്ടിയിട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം, അവർക്കിനി എന്നും പെരുമാള് അനുഗ്രഹം വേണം പുണ്യാള. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകവും. പൊന്തിവരും പൊൻകനവിൽ ചന്ദ്രികയിൽ നീന്തി വരും അന്നക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകവും. ചെന്നിറങ്ങും താഴ്വരയിൽ നിന്നെ കാത്തു നിന്നിരുന്നു ചെന്തളിരും മുന്തിരിയും എന്റെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എനിക്കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതപ്പോ നിൻ കൊതിപ്പോ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആദ്യം അതിൽ ചൊല്ലാം ഞാൻ. സാറൻ ചോദിക്കണം എന്താണെന്ന് അറിയോ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് ഇല്ലേ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എനിക്കറിയില്ല, എനിക്ക് പാടില്ലേ പറ്റുള്ളൂ. മറണ്ടേ പെണ്ണല്ലേ മാറിപ്പൂച്ചേലല്ലേ തേടുന്നേ പെണ്ണേ നിൻ പൂവമ്പൻ കാണും നേരം ചേരും നേരം ഉള്ളാകെയും ദീപാവലി നേരായേടി വന്നില്ലേടി കല്യാണ നാൾ. വേലേ വേലേ മുല്ലപ്പൂവായി താരാകാശം പൂവേകുന്നേ വന്നേ വന്നേ തേരിൽ വന്നേ നിന്നെ നിന്നെ കൊണ്ടേ പോകാം പഞ്ചാരിയേ ശിങ്കാരിയേ പഞ്ചാമൃതം നീയാനേടി നാടാകെയും നേരും നീരാ പഞ്ചാര നാൾ. പഞ്ചാരിയേ ശിങ്കാരിയേ പഞ്ചാമൃതം നീയാനേടി നാടാകെയും നേരും നീരാ പഞ്ചാര നാൾ. കാണും നേരം ചേരും നേരം ഉള്ളാകെയും ദീപാവലി നേരായേടി വന്നില്ലേടി കല്യാണ നാൾ. ഇതാണ് അഖിലേച്ചി, ആങ്കറാണ്, എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തു. പക്ഷേ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് പോയ
ഡാൻസ് കളിച്ച് കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ട് പറ. കുറച്ച് ഇതുണ്ട്, എന്നാലും നിങ്ങൾ കണ്ടിട്ട് പറ. ഓക്കെ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ഇവനാരുടെ വീഡിയോഗ്രാഫർ. ഏത് വീഡിയോ ഇടാന്നറിയില്ല. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, സീനായിരുന്നു. വേറെന്താ, അടിപൊളിയായിരുന്നാണ്. നമ്മളൊരു 8-8.5 മിനിറ്റ് കളിച്ചു. ലാസ്റ്റ് കുറച്ച് നമ്മൾ പ്രാക്ടീസ്, എല്ലാവരും തിരക്കിലായി. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ഇച്ചിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കളിച്ചു. ശരി, ആൾക്കാരെ അഭിപ്രായങ്ങളൊന്നും കേൾക്കട്ടെ. അവിടെ നിന്ന് എടുത്തു, അതുകൊണ്ട് പുറത്ത് വന്ന് ഇറക്കാന്ന് വിചാരിച്ചു. പിന്നെ കയറാം. എല്ലാവരും ഇത് പോയില്ലേ ചെറുതായിട്ട്? എവിടെ പോയിന്ന്? പക്ഷെ ആ പുക വന്നിട്ടേ വായിലിങ്ങനെ. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? രാജയുടെ ഞങ്ങളുടെ ഡാൻസ് കണ്ട അങ്ങനെ അതില് നിങ്ങളില് നിന്റെ അനിയനും മറ്റേ പോളിനും നന്നായി കളിച്ചു. ആരും ചേട്ടൻ കളിച്ചണ്ട. ആരും കിട്ടില്ല ഡാൻസറാ ആര്. പക്ഷെ ആഴ്ചേട്ടൻ വന്നത് സ്പീഡിന്. കുറച്ച് നേരത്തെ റിലാക്സിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാറിൽ വെച്ചിട്ടിരിക്കുകയാണ്. ആരും നമ്മളെവിടെയാ ഡാൻസ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയി മുങ്ങിയോന്ന് ചോദിക്കരുത്. അയ്യ, പിന്നെ അവിടെ ഭയങ്കര ചൂട്. അപ്പൊ കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാന്ന് വെച്ചപ്പോ നോക്കിയൊക്കെ പഴം വെത്ത് വെള്ളം. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കുറെ നേരം സംസാരിച്ചിരിക്കുമായിരുന്നു, ഡോറായിട്ട് കളിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി. ദിവസത്തെ തുറക്കം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. സോ അതൊക്കെയായിരുന്നു ഇന്നത്തെ ക്രിസ്റ്റി ചേച്ചിയുടെ സമ്മതത്തിന്റെ പരിപാടി. ലോറ ഇങ്ങോട്ട് ബൈ പറയാ. സോ അതായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ. അയ്യോ അവന് വേണം. അത്ര വെള്ളം എന്റെ താഴെയുള്ളൂ. ഇത് പോണോ? ഇതൊക്കെ ഇതിൽ തന്നെ വേണം. ഇത് കൊറേ കയ്യില് കുടിച്ചോ. നിനക്ക് വേണോ നീ? ഇതൊരു കോമ്പറ്റീഷൻ ഇല്ലാത്ത നമുക്ക് കപ്പൊന്നും കിട്ടണില്ല. പ്രശ്നം എന്താന്ന് വെച്ചാ ഇവള് കുടിക്കുമ്പോ ഇതൊക്കെ കുടിക്കില്ല. അതാണ് ഞാൻ മാത്രമല്ലല്ലോ വീഡിയോയില്. പ്രഷർ വരുന്ന നിങ്ങള് നീ കേട്ടിട്ടില്ലേ? നീ അതിനൊക്കെ ഒരു പരിധി ഒരു കോംബോ ബിൽഡ് ചെയ്ത് കണക്ഷൻ കൊടുക്ക്, ഷെയർ ചെയ്ത് കളിക്കട്ടെ. ഞാൻ കൊടുത്തോ? നമ്മളിവിടുന്ന് സോക്സ് പ്ലസ് ഷൂ ആണല്ലോ. അല്ലല്ലോറ പഠിച്ചില്ല, ചൂടാൻ പഠിച്ചില്ലേ? ഹായ് പറഞ്ഞേ.